ഹായ്, നമസ്കാരം. സുഖല്ലേ? ഞാനിന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് KSRTC ബസ്സുകൾ, വോൾവോ അധികം കിലോമീറ്റർ ഓടാതെ തന്നെ കട്ടുപ്പുറത്തായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അത്? പ്രോപ്പർ മെയിൻ്റനൻസ് കിട്ടാത്തതുകൊണ്ടാണ്. അതായത് അതിന് വോൾവോ റിപ്പയർ ചെയ്യുന്ന നല്ല മെക്കാനിക്കുകൾ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓടിക്കുന്ന ഈ ബസ് വോൾവോ ലോ ഫ്ലോർ, ഇത് ഏകദേശം ഒരു 2018 വണ്ടിയാണ്. 2018 വണ്ടി ഇപ്പോൾ അതിൻ്റെ കിലോമീറ്റർ എത്രയായി എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കട്ടോ. കണ്ട, ഈ വണ്ടിയുടെ കിലോമീറ്റർ നോക്കിയേ, 1,000,000, അതായത് 10,01,186 കിലോമീറ്റർ ഓടി. ഒരു കംപ്ലൈൻറ്റും ഇല്ല, സുഖമായിട്ട് ഓടുകയാണ്. കണ്ട, ഏകദേശം 1,000,000 ഈ മിനിയാന്ന് കഴിഞ്ഞു, 1,000,000ലേക്ക് എത്തി. ഇതുപോലെ തന്നെ 2018 വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, വോൾവോ തന്നെ. അതും ഏകദേശം 1,00,000 കവർ ചെയ്തു. അപ്പോൾ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ 1,000,000 ഓടി വണ്ടി. ഒരു കംപ്ലൈന്റും ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ ഇൻഫോം ചെയ്യും. അവര് ഓൺ ദ സ്പോട്ടിൽ ആള് വന്ന് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡിപ്പോയിൽ ചെയ്യുമ്പോൾ ടൈം ടു ടൈമിന് അതിന് വേണ്ട ഓയിൽ ചേഞ്ചും ബെൽറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യലും എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡ്രൈവർ ഒരു ആപ്പ് സിസ്റ്റം വഴിയാണ് ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ഡ്രൈവർമാരും വണ്ടിയിൽ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വീൽ പോയിന്ററും ഓയിലും വാട്ടറും എല്ലാം ചെക്ക് ചെയ്ത് പാസഞ്ചറുടെ സീറ്റ് ബെൽറ്റ്, സീറ്റ്, വണ്ടി വൃത്തിയാണോ, ഗ്ലാസ് എങ്ങനെയുണ്ട്, വൈപ്പറിൽ വെള്ളമുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് അയച്ചു കൊടുക്കുന്നത് അവർക്ക്. അപ്പോൾ അവരത് സിസ്റ്റത്തിൽ നോക്കിയതിനു ശേഷം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ഉടനെ പറയും, പിറ്റേ ദിവസം തന്നെ വണ്ടി അവിടെ എത്തിക്കാൻ പറയും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇത്തരം കിലോമീറ്ററുകളൊക്കെ സിമ്പിളായിട്ട് കവർ ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ പുറകിലുള്ള കമ്മീഷൻ ഏജന്റുമാരും കമ്മീഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നശിച്ചു പോകുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളാണ് നമ്മളെ ഒരു ചിന്തകളിലേക്ക് എത്തിക്കുന്നത്, അല്ലെ?